ഓം സർവേന്ദ്രത്വംസി. എൻ്റെ ഗുരുപാദങ്ങളിൽ ആത്മപ്രണാമം. എല്ലാവർക്കും എൻ്റെ സ്നേഹപ്രണാമം. ഇന്ന് നമുക്ക് ധ്യാനത്തിനെ കുറിച്ച് ചില വിഷയങ്ങൾ സത്സംഗം ചെയ്യാം. ഗുരു ശ്രീ ശിവസായി എഴുതിയ വചനങ്ങൾ അതിന് നമുക്കൊന്നെടുക്കാം. പ്രതിഷ്ഠകൾ പലതും ഹൃദയത്തിൽ ചെയ്താൽ ആത്മപൂജയതിലാർക്കു ചെയ്യും. എല്ലാം ഒന്നിൽ ചേർത്തി ആത്മപൂജ ചെയ്താൽ ഫലവും എളുപ്പം സിദ്ധിക്കുമല്ലോ. ഇത് ഗുരുവിൻ്റെ ഒരു മനോഹരമായ വചനമാണ്. നമുക്ക് ധ്യാനത്തിലേക്ക് അറിവ് പകർന്നു തരുന്ന വചനം. ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആത്മജ്ഞാനം നേടേണ്ടത് അത്യാവശ്യമാണ്. ഒരു അറിവുമില്ലാതെ, ഒരു ഗുരുസ്ഥാനത്ത് നിന്നുള്ള നിർദ്ദേശമോ ഉപദേശമോ ഇല്ലാതെ ധ്യാനത്തിലേക്ക് പോകുന്നത് നല്ലതല്ല. ഇനി അത് മുജ്ജന്മ നിയോഗത്താൽ അത്രയ്ക്കും പാകമായി വന്ന ആത്മാവാണ് ഈ ഭൂമിയിലുള്ളതെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ സാധാരണക്കാരായ, പ്രത്യേകിച്ചും ഗൃഹസ്ഥാശ്രമികളാണെങ്കിലും അല്ലെങ്കിലും ഉള്ള വ്യക്തികൾക്ക് ധ്യാനിക്കാൻ, ധ്യാനത്തിനെ കുറിച്ച്, ധ്യാനം എങ്ങനെ നമ്മുടെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്കൊരു ഗുരു അത്യാവശ്യം തന്നെയാണ്. ഗുരുക്കന്മാർ എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആയിരിക്കില്ല ഉപാസനകൾ നൽകുന്നത്. ധ്യാനത്തിന് പാകമാക്കി കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും ചിലർക്ക് ധ്യാനം നൽകുകയുള്ളൂ, ആത്മജ്ഞാനം നൽകുകയുള്ളൂ. അതിനു മുന്നേ കുറച്ച് ഉപാധികളും ഒക്കെ കൊടുക്കും. ഞങ്ങളുടെ ഗുരു ശ്രീ ശിവസായി അങ്ങനെയാണ്. പെട്ടെന്ന് ഒന്നും അറിയാത്ത ഒരാൾ പെട്ടെന്ന് വന്നാൽ അവർക്കൊരു ആശ്വാസം, ശാന്തിയും കിട്ടാൻ ചില ചെറിയ ഉപാധികൾ നൽകി, ജപവും പ്രാർത്ഥനയും ഒക്കെ നൽകി, ആത്മജ്ഞാനം നൽകിയതിന് ശേഷമാണ് ധ്യാനത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. എന്നാൽ അപ്പോൾ തുടങ്ങി ധ്യാനം കുറച്ച് സമയം വീതം പരിശീലിപ്പിക്കുകയും ചെയ്യും. ഏറ്റവും ഉന്നതമായ ഒരു ഉപാസന, മോക്ഷത്തിലേക്ക് പോകുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് ധ്യാനം. ഇവിടെ ഗുരു രചിച്ച ഈ വരികൾ ഏകതത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. സർവം ബ്രഹ്മമയം. ബ്രഹ്മമല്ലാതെ ഈ ജഗത്തിൽ ഒന്നുമില്ല. നമുക്ക് ചുറ്റുമുള്ള എല്ലാം തന്നെ ആ ബ്രഹ്മമാണ്, പരമാത്മാ. അതുതന്നെയാണ് ആത്മാവ്. ആ ആത്മദേവനെ പൂജിക്കേണ്ട വിധം അത് ഒന്നു തന്നെയാണെന്നുള്ള അറിവാണ് നമ്മൾ ആദ്യം നേടേണ്ടത്. ഈ ജഗത്തിൽ കാണുന്ന സർവവും എപ്പോഴും എല്ലാവരും പറയുന്നത് പോലെ തന്നെ സർവചരാചരങ്ങളിലും ഈ പ്രകൃതിയിലും ഓരോ പുല്ലിലും പുഷ്പത്തിലും നമ്മിലും എല്ലാം തന്നെ ആ ബ്രഹ്മം പ്രകാശിക്കുന്നുണ്ട്. പക്ഷെ വ്യത്യാസമുണ്ട്. മനുഷ്യരിലും പ്രകാശിക്കുന്നത് ആ ജീവൻ അത് ബ്രഹ്മമാണ്. ബ്രഹ്മബോധത്തിൽ നിന്ന്, ആ ശുദ്ധബോധത്തിൽ നിന്ന് നമ്മളുടെ ജീവിതം വഴി പല ഗുണങ്ങളിലേക്ക് ചേക്കേറുമ്പോഴാണ് അവിടെ സ്വഭാവങ്ങൾക്കൊക്കെ വ്യത്യാസം വരുന്നത്, അജ്ഞാനം വന്നുകൂടുന്നത്. ശുദ്ധബോധം വിട്ട് ആ ബോധം, ആ ജീവൻ ശരീരമാണെന്നും മനസ്സാണെന്നും ബുദ്ധിയാണെന്നും അഹങ്കാരമാണെന്നും ഒക്കെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ വീണുപോകും. അങ്ങനെ നമ്മുടെ സംസാര യാത്രയിൽ വന്നുപെട്ട് നമുക്ക് അജ്ഞാനം അത് കൂടി വരുന്നു. അങ്ങനെയാണ് ആ ജീവബോധം, ആ ബ്രഹ്മമാണ് തൻ്റെ സ്വരൂപം എന്ന വിഷയം നമ്മൾ മറന്നു പോകുന്നത്. അപ്പോൾ അത് പൊടി തട്ടിയെടുക്കണം. അത് ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് ഗുരുവാണ്. അല്ലെങ്കിൽ ഗുരു
തത്വങ്ങളിലൂടെയാണ്, ഗുരുവചനങ്ങളിലൂടെയാണ്. ഈ ശക്തി ശുദ്ധബോധത്തിൽ നിന്ന് സ്പന്ദനം ആരംഭിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഈ ഗുണത്രയങ്ങൾ, സത്വ രജോ തമോ ഗുണങ്ങൾ കൂടിക്കലർന്നുള്ള സ്വഭാവ വിശേഷങ്ങൾ രൂപം കൊള്ളുന്നുണ്ട്. ഓരോ മനുഷ്യനും അതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗുണം തന്നെ ഒരാളിലും സ്ഥിരമായി നിൽക്കുന്നില്ല. അതിൽ രജോ ഗുണവും തമോ ഗുണവും സത്വ ഗുണവും ഒക്കെ കലർന്നുകൊണ്ടുള്ളൊരു ജീവിതയാത്രയാണ്. സത്വഗുണം ജ്ഞാനത്തിൻ്റേതാണ്, പ്രകാശത്തിൻ്റേതാണ്. രജോ ഗുണമാകട്ടെ അഹങ്കാരമായ കർമ്മത്തിൻ്റെയും, തമോ ഗുണം മോഹത്തിൻ്റെ ഗുണം, പല ദുർഗുണങ്ങളും ഒക്കെ അതിൽ ചേക്കേറുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ഒരു മനുഷ്യൻ കർമ്മം ചെയ്ത് ജീവിക്കുമ്പോൾ അത്യാവശ്യത്തിന് രജോ ഗുണവും തമോ ഗുണവും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം ശുദ്ധമായ വിവേകത്തോടെ ശുദ്ധ സത്യജ്ഞാനം ഗ്രഹിക്കുമ്പോൾ അതിലൂടെ ധ്യാനത്തിലൂടെ സ്വാത്വികമായ പ്രകാശം മാത്രം സ്ഥിരം നിലനിൽക്കുന്നു. ഒരു സ്ഥിരതയുള്ള ഗുണം ഉള്ളിൻ്റെ ഉള്ളിൽ, ആ സ്വാത്വിക ഗുണം ശുദ്ധജ്ഞാനം പ്രകാശിക്കണം. ഒരുപക്ഷെ ചില കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അത് ചെയ്ത് തീർക്കണം എന്നുള്ളൊരു രജോ ഗുണം നമുക്ക് കടന്നു വരും. എന്നാലാണ് കുറച്ച് കർമ്മം ചെയ്യാനൊരു വീര്യവും ശക്തിയുമൊക്കെ അതാത് മേഖലകളിൽപ്പെട്ടവർക്ക് കിട്ടുകയുള്ളൂ. അതിൽ തെറ്റ് പറയാനൊക്കില്ല. പക്ഷേ അതിനപ്പുറത്ത് ഈ ശുദ്ധമായ ജ്ഞാനമുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള കർമ്മഫലം നമുക്ക് മാറ്റിയെടുക്കുവാനും സാധിക്കും. ഓരോ ഗുണങ്ങൾക്കും അതിനനുസരിച്ച കർമ്മവും കർമ്മഫലവും ഉണ്ട്. അപ്പോൾ ഇതിലൂടെയുള്ളൊരു യാത്രയാണ് സംസാരയാത്ര. അപ്പോൾ ഈ ഒരു സഞ്ചാരം തുടരുന്നിടത്തോളം കാലം, കർമ്മങ്ങൾ തുടരുന്നിടത്തോളം കാലം തന്നെ കർമ്മവും കർമ്മഫലവും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിത് വേണ്ട എങ്കിൽ ഈ സഞ്ചാരം മതിയാക്കാം. ഈ സഞ്ചാരം മതിയാക്കി സ്വന്തം സ്വരൂപമായ ശുദ്ധബോധത്തിലേക്ക് നമുക്ക് ധ്യാനത്തിലൂടെ ജ്ഞാനത്തിലൂടെ തിരിക്കാം. അങ്ങനെ ആ തിരിച്ചുപോക്ക്, ആ സ്വന്തം ഭാവത്തിലേക്ക് ശുദ്ധബോധത്തിലേക്ക് തിരിച്ചുപോക്ക്, അതാണ് മോക്ഷം. അതിനുള്ള വഴിയാണ് ജ്ഞാനവും. അപ്പോൾ ഇതിനൊക്കെ ഒരു തിരിച്ചറിവ് വരണമെങ്കിൽ നമുക്ക് ശുദ്ധമായ ജ്ഞാനം നൽകുന്ന ഗുരുവിനെയും ശുദ്ധമായ ആത്മതത്വങ്ങളും ശുദ്ധമായ സത്സംഗവും നമുക്ക് ആവശ്യം തന്നെയാണ്. നമുക്ക് നമ്മെ തിരിച്ചറിയാൻ ഒരു ധ്യാനം ചെയ്യുന്ന ആളുകൾക്ക് തിരിച്ചറിയേണ്ടത്, ഞാൻ ആത്മാവ് സർവശക്തിമാൻ എല്ലാം തന്നെയാണ്. പക്ഷെ അതിനു ഉപരി അതിൻ്റെ ഉള്ളിൽ ജന്മജന്മങ്ങളായി വന്ന് അടിഞ്ഞു കിടക്കുന്ന ഉപബോധ മനസ്സിലെ പല സൂക്ഷ്മമായ അധമവികാരങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞ് അതൊക്കെ കഴുകിക്കളയണം. ശുദ്ധജ്ഞാനത്താലെ ജ്ഞാനസ്നാനം ചെയ്യണം. എന്നിട്ട് ധ്യാനം ചെയ്യണം. അപ്പോഴാണ് ആ ശുദ്ധമായ പരമസത്യത്തിലേക്ക്, ആ പരമസത്യപ്രകാശം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുകയുള്ളൂ. സൂക്ഷ്മരൂപത്തിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പല പല അഴുക്കുകളും സ്വയം തിരിച്ചറിഞ്ഞ് അതിനെ സംസ്കരിച്ച് ധ്യാനിച്ച് ശുദ്ധമായ ആ ബോധം പ്രകാശിക്കണം. പ്രകാശിച്ചുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ഒരു ഇടത്ത് പോയി കണ്ണുമടച്ച് ജീവൻ പോകുന്നവരെ, ഈ ശരീരം ഉപേക്ഷിച്ച് പോകുന്നത് വരെ നമുക്ക് ഇരിക്കാനും സാധിക്കില്ല. അത് എല്ലാവർക്കും സുഖമുള്ളൊരു കാര്യമാണല്ലോ. നമ്മൾ നോർമൽ ലൈഫിൽ പാസ് ചെയ്തു പോകുമ്പോൾ പല പല ഈ ഗുണവിശേഷങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടതും ജീവിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമെല്ലാം. അപ്പോൾ എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടും അത് അതിൻ്റേതായ ഭാവത്തിൽ അംഗീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ട് അറിവ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിവ് പകർന്നു കൊടുത്തും സ്വയം വീണ്ടും വീണ്ടും അറിവിനെ ആഗ്രഹിച്ചും അറിവ് സ്വീകരിച്ചും ഒപ്പം അറിവ് ദാനം ചെയ്തും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം അനന്തമായ ഒരു സാഗരം പോലെ ആ ജ്ഞാനസാഗരൻ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും നമ്മളും
ഒന്ന് തന്നെയാണെന്ന ആ ആനന്ദ അനുഭവവും ആ ആനന്ദത്തിന് ഒരു കോട്ടം തട്ടാതെ, നമ്മുടെ ശുദ്ധമായ ഗുണത്തിന് ഒരു കോട്ടം തട്ടാതെ തന്നെ നമുക്ക് ഭൂമിയിൽ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുകയും വേണം. അപ്പോൾ അതിന് നമുക്ക് വിട്ടുമാറാത്ത നമ്മളൊരു ദിവസം പോലും മുടക്കാത്ത സാധനയും ഉപാസനയും ഒക്കെ ആവശ്യം തന്നെയാണ്. കാരണം തീരെ സന്തുലിതാവസ്ഥയില്ലാത്ത പല ഭാഗങ്ങളിലും ഗുണങ്ങളിലും നമ്മൾ പെട്ടുപോകുമ്പോൾ നമ്മളുടെ സാധനയുടെ വീര്യവും ശക്തിയും നമ്മുടെ ആ ശുദ്ധബോധവും സ്ഥിരമായ അതിന് ഒരുപക്ഷെ ഇളക്കം തട്ടാനിടയുണ്ട്. കാരണം അത്രയ്ക്കും ശക്തമായ പല ഇതിനോട് ഒരിക്കലും യോജിക്കാത്ത വൈബ്രേഷൻസൊക്കെ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിന് മങ്ങലേൽക്കാതെ നമ്മളുടെ ശക്തമായ ആ ശുദ്ധമായ വൈബ്രേഷൻസ് കൊണ്ട് ചുറ്റുപാടും ശുദ്ധമാക്കി തീർക്കാനുള്ളൊരു ശക്തി നമുക്ക് ആർജിച്ച് അത് കൈവിട്ടു പോകാതെ നിലനിർത്തണമെങ്കിൽ നമുക്ക് സാധന, ധ്യാനം ഒരുപാട് അത്യാവശ്യമാണ്. അതിന് നമ്മൾ സമയമുണ്ടാക്കിയേ തീരും. അത് നമ്മൾ ഉറങ്ങിയില്ലെങ്കിലും ഉണർന്നിരുന്ന് ധ്യാനം ചെയ്തുകൊണ്ടും ആ മനനത്തിൽ വിളങ്ങുന്നവനായ ആ ബോധസ്വരൂപത്തെ, ആ ആത്മദേവനെ നമ്മൾ ധ്യാനിക്കണം. നമ്മുടെ ഉള്ളിൽ ആ ആത്മദേവൻ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബാഹ്യവിഷയങ്ങളിൽ നിന്നും നമ്മൾ മാറി നിന്നുകൊണ്ട് ആ ദേവനിലേക്ക്, ആ പ്രാണനിലൂടെ നമ്മൾ ലയിച്ചുകൊണ്ടേയിരിക്കണം. മൗനം പാലിക്കണം. ആവശ്യമില്ലാതെ നമ്മുടെ ആ നല്ല എനർജി കളയരുത്. അതിനാണ് നമ്മൾ മൗനം പാലിക്കേണ്ടത്. എപ്പോഴും മൗനമല്ല, ആവശ്യത്തിന് മാത്രം നമ്മളത് ഉപയോഗിക്കുക. അനാവശ്യമായി നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അതാണ് മൗനം. പകൽ ജോലി തിരക്കാണെങ്കിൽ രാത്രി ചിലപ്പോൾ വല്ലാത്ത ക്ഷീണം തോന്നുകയാണെങ്കിൽ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിരുന്ന് ധ്യാനിക്കണം. അതുപോലെ പുലർച്ചെ സമയങ്ങളിൽ, അതല്ല രാത്രി സാധിക്കില്ലെങ്കിൽ പകൽ സമയം എപ്പോഴാണ് അപ്പോഴും ധ്യാനിക്കാം. അതിന് ഇന്ന സമയമൊന്നും ഇല്ല. പുലർച്ചെ സമയം ശരിയാണ്, നല്ലതാണ്, ബ്രഹ്മമുഹൂർത്തം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും സാധിക്കാത്തവർക്ക് ഏത് സമയത്തും നമുക്ക് ധ്യാനിക്കാം. അപ്പം ധ്യാനിക്കാനും നമുക്ക് ഒരു ശക്തി ആവശ്യമാണ്, എനർജി ആവശ്യമാണ്. ആ എനർജിക്ക് വേണ്ടി നമ്മൾ അനാവശ്യമായ കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ എനർജിയെ വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ക്ഷീണം ബാധിക്കും. അപ്പോൾ അങ്ങനെ ക്ഷീണിപ്പിച്ച് കളയാതെ ആ എനർജിയെ നമുക്ക് ധ്യാനം ചെയ്യാൻ വേണ്ടി സ്വരൂപിക്കാം. എന്നിട്ട് നമുക്ക് ധ്യാനം ചെയ്യാം. അതിനുവേണ്ടി ഈ ആത്മതത്വങ്ങൾ മനനം ചെയ്ത് അതിലെ ആത്മജ്ഞാനം ഒന്നും കൂടി മനസ്സിലുറപ്പിക്കുക. അവിടെ പല നാമരൂപഭാവങ്ങളൊന്നുമില്ല. അതിന് അവസാനവുമില്ല, തുടക്കവുമില്ല. അങ്ങനെ ആ മഹാചൈതന്യം, ആ ആത്മചൈതന്യം, ആ ബ്രഹ്മചൈതന്യം സർവം ബ്രഹ്മമയം, സർവം ബോധമയം. അതാണ് ആത്മദേവൻ. അതുകൊണ്ടാണ് എല്ലാം ഒന്നിൽ ചേർത്തി ആത്മപൂജ ചെയ്താൽ എല്ലാം ഒന്നാണ്, ശിവം. ആ ആത്മ പരമമായ സത്യം, ആ ഏകതത്വത്തിൽ പൂർണ്ണമായി മനസ്സിനെ ലയിപ്പിക്കുക. മനസ്സില്ലാതെയാകണം. അതിന് ആ ചിത്തചലനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പ്രാണചലനത്തിലേക്ക് നമ്മൾ പോകുന്നത്. ശുദ്ധബോധത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് പ്രാണൻ. ഈ പ്രാണൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ബ്രഹ്മത്തിലൂടെയാണ്. ബ്രഹ്മത്തിൽ നിന്നാണ്, ആ ബ്രഹ്മത്തിൽ തന്നെ ലയിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കൂട്ടുപിടിക്കേണ്ടത് പ്രാണനെയാണ്. ഒപ്പം എവിടേക്കാണ്? ആ ഏകമായ പരമമായ ശിവത്തിലേക്ക്, ആ ബ്രഹ്മത്തിലേക്ക്, ആ ആത്മാവിലേക്ക്, ആ ആത്മതത്വത്തിലേക്ക്. ഏകമാണ് ഇവിടെ.
അതുകൊണ്ടാണ് എല്ലാം ഒന്നിൽ ചേർത്തി എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ആത്മപൂജ എന്തുകൊണ്ട് ചെയ്യണം? ജ്ഞാനദ്രവ്യം കൊണ്ട് ചെയ്യണം. ആത്മജ്ഞാനം കൊണ്ട്, പരമാത്മജ്ഞാനം കൊണ്ട്, ബ്രഹ്മജ്ഞാനം കൊണ്ട് എല്ലാം ആ ബ്രഹ്മം ശുദ്ധം, ആനന്ദം, സർവമംഗളം. അവിടെ ജന്മജന്മാന്തരാർജിത പാപകർമ്മങ്ങളെല്ലാം സംസ്കരിക്കപ്പെടുന്നു. ആ പരമമായ സത്യത്തിലേക്ക്, നമ്മുടെ ഉള്ളിൽ വിളങ്ങുന്ന ആ പരമമായ സത്യത്തിലേക്ക് നമുക്ക് പോകണം. ഇന്ന് നമ്മൾ അഭിമാനിക്കുന്ന ദേഹത്തിൽ നിന്നും, മനസ്സിൽ നിന്നും, ബുദ്ധിയിൽ നിന്നും, അഹങ്കാരത്തിൽ നിന്നും നമ്മൾ ഉള്ളിലോട്ട് എവിടെ നിന്ന് നമ്മൾ വന്നുവോ ആ പരമമായ ശുദ്ധ ഉറവിടത്തിലേക്ക് നമുക്ക് പോകണം. അവിടെ നിന്ന് നമ്മൾ ലക്ഷ്യം വിട്ട് മറന്നുപോയി ഈ ജഡപ്രകൃതിയെ ആശ്രയിച്ച് ഇതാണ് ഞാൻ, ഇതാണ് ഈ ദേഹം, ഈ ചെയ്യുന്ന കർമ്മം, ഈ മനസ്സ്, അഹങ്കാരം എന്നൊക്കെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു കുറേ. അതുകൊണ്ടാണ് നമുക്ക് ഈ ദുഃഖങ്ങൾ ഉണ്ടായത്. തിരിച്ച് നമ്മൾ ആ പരമമായ സത്യത്തിലേക്ക് ഉള്ളിലൂടെ ധ്യാനത്തിലൂടെ യാത്ര ചെയ്ത് ആ പരമമായ സത്യസ്വരൂപമാണ് നമ്മൾ എന്ന് അനുഭവിച്ചാൽ നമ്മുടെ സകല ദുഃഖങ്ങളും മാറും. അപ്പോൾ നമുക്ക് തിരിച്ച് യാത്ര ചെയ്യണമെങ്കിൽ ധ്യാനത്തിലൂടെയാണ്. അതിന് ഉറച്ച ജ്ഞാനം വേണം, ശുദ്ധമായ ജ്ഞാനം വേണം. ശുദ്ധമായ ബ്രഹ്മത്തെക്കുറിച്ച് ശുദ്ധമായ ജ്ഞാനം, തിരിച്ചറിവ് വേണം. ഉള്ളിലുള്ള അഴുക്കുകളെ എടുത്തു മാറ്റണമെങ്കിൽ അഴുക്കുകൾ തിരിച്ചറിയാനുള്ള ജ്ഞാനം നമുക്ക് വേണം. സൂക്ഷ്മമായ അധമ വികാരങ്ങളെ തിരിച്ചറിയാനുള്ള ശുദ്ധജ്ഞാനം നമുക്ക് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ സ്വയം ഉള്ളിൽ കുറച്ച് കൊച്ചു പൊട്ടുകൾ പോലും എടുത്തു കളയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനായിരിക്കണം നമ്മുടെ മനനം, ആത്മതത്വ മനനങ്ങളായാലും സ്വന്തം മനനങ്ങളായാലും. പക്ഷെ അതിന് പകരം നമ്മൾ പുറത്തേക്ക് നോക്കി മറ്റുള്ളവരുടെ കുറവുകളൊക്കെ കണ്ട് നോക്കിയിരുന്നാൽ പറയാൻ പറ്റുന്നത് കാണുന്നതിൽ തെറ്റില്ല. നമുക്ക് ഒരു പക്ഷെ അവരും ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പരസ്പരം ഒരു മനസ്സോടെ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കാം, ഇത് ശരിയല്ല കേട്ടോ, ഇങ്ങനെ ചെയ്യണം. അവർക്കും നമ്മളോട് പറയും ഇത് ശരിയല്ല ഇങ്ങനെ. അപ്പോൾ സ്വയം നമ്മൾ ഉള്ളിലേക്ക് ആടുന്നത് ഇതാണോ ശരി, സത്യമേത് അസത്യമേത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. കാരണം നമ്മൾ ബീജമായി ഉള്ളിൽ കിടക്കുന്ന അഴുക്കുകൾ മുഴുവനും നമ്മുടെ കാരണ ശരീരത്തിൽ ഒരു വിത്ത് പോലെ അവിടെ ഉണ്ടാകും. അത് നമുക്ക് പരമമായ മോക്ഷത്തിന്, മുക്തിക്ക്, അല്ലെങ്കിൽ നമ്മുടെ മരണാനന്തര അവസ്ഥയ്ക്ക് അത് ബുദ്ധിമുട്ടാണ്. മോക്ഷത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും, തടസ്സമുണ്ടാക്കും. അപ്പം അതുകൊണ്ട് ആ കാരണ ശരീരം പോലും അവിടെ വന്ന് ശുദ്ധമാകണം. അതുകൊണ്ട് ഒരുപാട് മനനം ചെയ്തുകൊണ്ടും ആത്മജ്ഞാനം കൊണ്ടും പൂർണ്ണമായ സമർപ്പണം കൊണ്ടും ആശ്രയം കൊണ്ടും പ്രായശ്ചിത്തത്താലെ ഈ നിമിഷം വരെ ജന്മജന്മങ്ങളായി നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകൾക്കും മനസ്സാവാച കർമ്മണ ആ മഹാശക്തിയോട്, ആ ആത്മസ്വരൂപനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഒപ്പം തന്നെ ഒരുപാട് നന്ദിയും സ്നേഹവും സമർപ്പിച്ചുകൊണ്ടും പൂർണ്ണ സമർപ്പണത്തോടെ നമുക്ക് നമ്മുടെ സ്വന്തം സ്വരൂപം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യാം ധ്യാനത്തിലൂടെ. അതിന് നമുക്ക് ഉപകരിക്കുന്നതാണ് ഗുരുതത്വങ്ങൾ. ഒപ്പം തന്നെ ആ ഗുരുവിൻ്റെ അനുഗ്രഹവും സാന്നിധ്യവും എല്ലാം അതിന് എല്ലാ മക്കൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വലോകമാനവർക്കും ശാന്തിയും സമാധാനവും ഭവിക്കട്ടെ. എൻ്റെ ഗുരുപാദങ്ങളിൽ അനന്തകൂടി നന്ദിയും പ്രണാമവും സമർപ്പിക്കുന്നു.